അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളോട് ഇടപഴകേണ്ടതെന്നും അവരെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് നേരെ അറിയില്ല. ഇതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ബോയ് ഫ്രണ്ടാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ ബോയ് ഫ്രണ്ട് ഇതേപോലെ ഒരു കുട്ടിയുടെ സ്വഭാവമായി മാറുകയാണ്. എന്ത് ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലേ? സോ ഞാൻ പ്ലോട്ട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കഥ ഏതാണെന്ന് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവി ലവ് യു ടീച്ചർ എന്ന് പറയുന്ന കറന്റ് ഓൺഗോയിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന GMM TVയുടെ സീരീസാണ്. സോ അധികം വൈകാതെ തന്നെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ നായകനായ പോപ്മെക്കിനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ആ സ്കൂളിലെ ഒരു ടീച്ചറാണ്. സോ എന്തോ ആനുവൽ ഡേ പോലത്തെ ഒരു പരിപാടിക്ക് ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുള്ളി പറയുന്നത് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ പറയുകയാണ് ചെയ്യുന്നത്. ആ കഥ ആരെ പറ്റിയാന്ന് വെച്ചാൽ ഒരു ടീച്ചറിനെ പറ്റിയാണ്. ഒരു ടീച്ചർ ആവണമെങ്കിൽ, ഒരു ടീച്ചർ എന്ന് വെച്ചാൽ എന്താവണം? അതായത് കുട്ടികളുടെ കൂടെ നിൽക്കണം, അവരെ മനസ്സിലാക്കണം, അവർക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം, അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായി നിന്ന് അവരെ പഠിപ്പിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കഥയിലെ നായകന് ഇതൊന്നും അറിയില്ല. പക്ഷേ അവൻ ഒരു ടീച്ചറാണ്. എന്നാൽ അവന് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ മറ്റൊരു ടീച്ചറാണ്. ആ ഒരു ടീച്ചറിനെ അസിസ്റ്റ് ചെയ്താണ് അവൻ എപ്പോഴും നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ആ അവസരത്തിൽ ആ ടീച്ചറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അതായത് ആ ടീച്ചർ എൻ്റെ സൈഡില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന രീതിയിൽ ആ ടീച്ചറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. ഓൾസോ സ്റ്റേജിൽ നിന്ന് ഒരു സീറ്റിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നിരന്നിരിപ്പുണ്ട്, ആ ഒരു സീറ്റിൽ മാത്രം ആരും ഇരിപ്പില്ല. അത്രയും നമ്മളെ കാണിച്ചുകൊണ്ട് ആ ഒരു സ്പീച്ച് അവിടെ എൻഡ് ചെയ്യുവാണ്. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു 6 മാസം ബാക്കിലേക്കാണ്. അതായത് നോർമൽ ഒരു വർക്കിംഗ് ഡേ. പേരൻസ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, കുട്ടികൾ സ്കൂളിനകത്തൂടെ ഓടിച്ചാടി നടക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു കുട്ടി ഒരു ക്ലാസ്സിനകത്തേക്ക് നടന്നു പോവാണ്. അപ്പൊ ഈ കുട്ടി നടന്നു പോകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കേൾക്കാം ഈ കുട്ടി പോകുന്ന ആ ഒരു ക്ലാസിന്റെ അകത്ത് ഭയങ്കര പിള്ളേർ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, എന്തോ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ തിങ്ങിനെ പറ്റി അവർ ഭയങ്കര തർക്കമാണ്. അങ്ങനെ ഈ കുട്ടി ക്ലാസ്സിനകത്തേക്ക് കയറുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം 2 ചേരിയായിട്ട് തിരിഞ്ഞു നിൽക്കുവാണ്. എന്നിട്ട് ഇവരൊരു കാര്യത്തിനെ പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കും. and അവരുടെ തർക്കം എങ്ങനെയാണ്? ഒരിക്കലും നേരത്തെ വരാൻ പോകുന്നില്ല, ഇന്ന് എന്തായാലും 15 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിന്റെ ഒരു റെപ്പായിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എന്താ പറയുന്നത് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും അത് നിന്റെ ടീച്ചറാണ്, സോ കുറച്ച് റെസ്പെക്ട് കാണിക്കണം, ഇതുപോലെ ഇതും പറയാൻ പാടില്ല എന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് ആ നടന്നു വന്ന കുട്ടി ക്ലാസ്സിനകത്തേക്ക് കയറുവാണ്. അപ്പോൾ ഈ നിൽക്കുന്ന കുട്ടികളിൽ ഒരുത്തൻ ആ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരുടെ ടീമാണ്? അപ്പൊ ഈ കുട്ടിക്കാണെങ്കിൽ ഒന്നും കത്തുന്നില്ല. അപ്പൊ ഇവൻ ചോദിക്കുന്നത് എനിക്കൊന്നും പൊട്ടുന്നില്ല, നിങ്ങൾ കാര്യം പറ, എന്താ സംഭവം? അപ്പൊ പറയുന്നത് സാറിന് 15 മിനിറ്റ് എന്തായാലും ലേറ്റ് ആയിരിക്കും, ഞങ്ങൾ അതിന്റെ പുറത്ത് ഇവിടെ ബെറ്റ് വെക്കുവാന്ന്. അപ്പൊ നീ ഏതാ ടീം? നമ്മുടെ ടീം ജയിക്കുവാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് മിഠായി ഫുള്ള് നമുക്ക് കിട്ടും. നീ ഏതാ ടീമെന്ന് ഇപ്പൊ തീരുമാനിച്ചോ എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുവാന്ന്. അത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുകയാണ്. ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ സാറ് പോപ്മെക്ക് ഒടുക്കത്തെ ഉറക്കമാണെന്ന് ഒന്നും അറിയുന്നില്ല. അപ്പൊ പുള്ളിയുടെ അലാറം അടിക്കുന്നുണ്ട്. അലാറം അടിക്കുന്നതിന് യു ആർ ലേറ്റ് യു ആർ ലേറ്റ് യു ആർ ലേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടികൾ അവിടെ ബെറ്റ് വെച്ചുകൊണ്ടിരുന്ന സാർ ഇതാണെന്ന്. അങ്ങനെ അലാറം അടിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, അലാറം ഓഫ് ആക്കി വെച്ചിട്ട് കിടക്കുവാണ്. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അപ്പൊ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആളെ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിന്നെ 5 മിനിറ്റ് മതി, ഞാനിപ്പോൾ ഇറങ്ങൂല, ഞാനെല്ലാം സെറ്റായിട്ട് നിൽക്കുക. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് ഈ പുള്ളിനെ നല്ലോണം അറിയുന്നോണ്ട് പറയുന്നുണ്ട്, നീ കട്ട്ലേന്ന് പോലും എഴുന്നേറ്റില്ലെന്ന് എനിക്കറിയാം, ഇപ്പൊ ഞാൻ ഫോൺ വെച്ച വാടെ വീണ്ടും ചുരുണ്ട് മൂടി കിടന്നുറങ്ങും, അതുകൊണ്ട് എഴുന്നേറ്റ് സ്കൂളിൽ പോടാ എന്നൊരു അലർച്ച ഇറങ്ങുന്നുണ്ട്. ആ ടൈമിങ് തന്നെ പുള്ളി ചാടി എഴുന്നേറ്റ് പോവാണ്. തുടർന്നുള്ള സീനുകളിൽ നമുക്ക് മനസ്സിലാവും ഈ വിളിച്ച ആള് ഈ സാറിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അതായത് പുള്ളിക്ക് ഇടാനുള്ള ഡ്രസ്സിലടക്കം ഓരോ സ്റ്റിക്കി നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് ഇന്ന് ഈ ഡ്രസ്സ് ഇടണം, പിന്നെ ഇന്ന് ജോമെട്രി ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഈ മോഡൽ എടുത്തുകൊണ്ട് പോകാൻ മറക്കരുത്, പിന്നെ ഒരു ലോലിപോപ്പിനെടുത്ത് ഒരു കാരണവശാലും ഈ ലോലിപോപ്പ് മറക്കരുതെന്ന്. ഈ ലോലിപോപ്പിന്റെ ഇമ്പോർട്ടൻസ് തുടർന്നുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവരുടെ സ്റ്റോറിയിൽ ഒരു ലക്കി ചാമോട്ടിയ സാധനമാണ്. അപ്പോൾ ലോലിപോപ്പ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ സാർ പെട്ടെന്ന് ലേറ്റ് ആവാണ്ടിരിക്കാൻ സ്കൂളിലേക്ക് ഓടുവാണ്. നെക്സ്റ്റ് സീനിൽ വേറൊരു സാറിനെയാണ് കാണിക്കുന്നത്. ഈ പുള്ളി നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിലായിട്ടാണ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെയും ഒരു ഗ്രൗണ്ടിന്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അതും സെക്യൂരിറ്റിനോട് സംസാരിച്ചാണ് നിൽക്കുന്നത്. ഈ പുള്ളിനെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് ഒരിടത്ത് അടങ്ങി നിൽക്കില്ല, നീറടിച്ചാണ് ഇങ്ങനെ തുള്ളിക്കൊണ്ടാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റിക്ക് സംശയം തോന്നി ചോദിക്കുന്നുണ്ട്, സാർ എന്താ സാർ ഉദ്ദേശിക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ പുതിയ PT സാറാണ്, സോ എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, എനിക്ക് നല്ല എനർജിക്ക് നിൽക്കണം, സോ ഞാൻ എനർജി ഉണ്ടാക്കുവാന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ സെക്യൂരിറ്റിയുടെ ഒരു നോട്ടമുണ്ട്, ആദ്യത്തെ ദിവസത്തെ കുന്തളിപ്പാണ്, ഇത് അവസാനം വരെ കണ്ടാൽ മതിയായിരുന്നു എന്ന രീതിയിൽ പുള്ളി അങ്ങോട്ട് നോക്കി പുച്ഛിച്ച് വിടുന്നുണ്ട്. അവിടെ ഈ PT സാർ സെക്യൂരിറ്റിനോട് പറയുന്നുണ്ട്, ഇത്ര ലേറ്റ് ആയില്ല, ഇനിയൊന്നും ആരും വരാൻ പോകുന്നില്ല, നിങ്ങൾ ഗേറ്റ് അടിച്ചിട്ട് നിങ്ങളുടെ പണി നോക്കി പൊക്കോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാറ് തുള്ളി 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 അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, ഇനി എന്തായാലും പിള്ളേരെ കൊണ്ട് പേരൻസ് ഒന്നും വരാൻ പോകുന്നില്ല, സോ എന്തായാലും അടച്ചു പൂട്ടിയേക്കാന്ന് വിചാരിച്ച് പുള്ളി ഗേറ്റും പൂട്ടി പുള്ളി അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. പുള്ളി ആ മാറിപ്പോയ സ്പോട്ടിൽ തന്നെ നമ്മുടെ സാറ് പോപ്മെക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, ഗേറ്റ് പൂട്ടി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, മതിൽ ചാടുക. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു തീരുമാനത്തിലെത്തി പുള്ളി മതിൽ ചാടാൻ റെഡിയായി നിൽക്കുവാണ്. എപ്പോഴും ചാടി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ആദ്യത്തെ ചാടത്തിനാണ് ദേ കിടക്കുന്നു, അടിയും മുന്നലും താഴെയെന്ന് പറഞ്ഞുകൊണ്ട് തത്തക്കം പത്തക്കം മറിഞ്ഞടിച്ച് താഴെ വീഴുക എന്നത്.
ആൻഡ് കാലിന് നല്ല ഭംഗിയൊരു ഉളുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ക്ലാസ്സിലെത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു കാര്യത്തിന് പുറത്ത് മാത്രം പുള്ളി വലിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് എത്തും. ക്ലാസ്സിലെത്തുമ്പോൾ മുന്നേ നമ്മൾ കേട്ട തർക്കമാണ് ഇവിടെ ഈ പോപ്മക്കും കേട്ടോണ്ടിരിക്കുന്നത്. ഇത് ഈ പിള്ളേർ ഈ തർക്കം നിർത്തിയിട്ടില്ല. പോപ്മക്ക് വിചാരിക്കുവാണോ ഈ തലതെറിച്ചതുങ്ങളുടെ വായിൽ എന്തെങ്കിലും ഒന്ന് കുത്തി കയറ്റി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേ പണിയുള്ളൂ എന്ന് വെച്ചിട്ട് എന്താടാ നീയല്ലേ ഇക്കെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ പിള്ളേർ പെട്ടെന്ന് അപ്പോഴാണ് സാറിനെ കാണുന്നത്. അപ്പം ആ ചെറുക്കൻ കൊച്ചു പെട്ടെന്ന് പറയുന്നുണ്ട്, കണ്ടോ സാറ് 15 മിനിറ്റ് ലേറ്റ് ആണ്, ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കൊച്ചു പറയുന്നുണ്ട്, നീ 15 മിനിറ്റ് ലേറ്റിന്റെ കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ സാറ് ലേറ്റ് ആവും. സാറ് സാധാരണ 16 മിനിറ്റ് ആണ് ലേറ്റ് ആവാറ്. ഇന്ന് സാറ് 15 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. അതുകൊണ്ട് സാർ 1 മിനിറ്റ് മുന്നെയാണ് വന്നേക്കുന്നത്. സോ ഞങ്ങളാണ് ജയിച്ചതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല ഞാൻ പറഞ്ഞത് 15 മിനിറ്റ് ലേറ്റ് ആവുന്നതാണ്. അപ്പൊ മറ്റേ കൊച്ച് ഇതിൽ തന്നെ തർക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അല്ലെ പോപ്മക്കാണെങ്കിൽ അവിടെ ആലോചിച്ചിട്ട് ഇവന്മാരുടെ പുകഴ്ത്തുവാണോ അതോ കളിയാക്കുവാണോ ആ രീതിയിൽ ഇയാൾക്കൊന്നും തിരിയാതിങ്ങനെ നിൽക്കുക. ലാസ്റ്റ് ഈ ക്ലാസ്സിലെ പിള്ളേര് ഈ കാര്യത്തിൽ തർക്കമായിട്ട് കൈ കിട്ടുന്ന സാധനങ്ങൾ എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. നമ്മുടെ പോപ്മക്കാണെങ്കിൽ പിള്ളേരെ ഒന്ന് ശാന്തമാക്കാൻ നോക്കുന്നുണ്ട്. എടാ അടങ്ങിയിരിക്കണം, നമുക്ക് പഠിക്കാനോ സാറിന്റെ പണി നോക്കി പോ സാറേ, ഇവിടെ അതിന് വലിയ ബിസിനസിന്റെ ഇടയ്ക്കാ പ്രശ്നം വന്നേക്കുന്നത്, ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെറ്റ് വെച്ചിരുന്ന മുട്ടായി എല്ലായിടത്തും പരസ്പരം എറിയുവാണ് പിള്ളേര്. അപ്പൊ അതിൽ 1-2 ഈ നമ്മുടെ പോപ്മക്കിന്റെ തലയിലും വന്ന് കൊള്ളുന്നുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ തകർന്ന പോപ്മക്ക് പറഞ്ഞിട്ട് നിനക്ക് മാത്രമല്ല എനിക്കും അറിയാന്ന് പറഞ്ഞുകൊണ്ട് കൈ കിട്ടുന്ന സാധനം എല്ലായിടത്തും പിള്ളേരെ അറിയുവാന്ന്. പിന്നെ ആ ക്ലാസ് ഒരു യുദ്ധക്കളവുമാണ്. ഈ ശബ്ദവും സൗണ്ടും എല്ലാം കൂടെ കേട്ട് നമ്മൾ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാള് അങ്ങോട്ട് വരുവാണ്. അപ്പൊ പ്രിൻസിപ്പാൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ സാമിയാണ്. പ്രിൻസിപ്പാൾ വന്നു കഴിയുമ്പോൾ പ്രിൻസിപ്പാളിന് കിട്ടുന്നുണ്ട് കണക്കിന് ഒരെണ്ണം. ഏതോ കൊച്ചിന്റെ പെൻസിൽ ബോക്സിനകത്തിരുന്ന് എന്തോ ഒരു സാധനം നേരെ വന്ന് വീഴുന്ന വായിക്കാത്തോട്ടാണ്. അവിടെ സീൻ കട്ടായി. അടുത്ത സീൻ തുടങ്ങുന്നത് എവിടെയാന്ന് വെച്ചാൽ പ്രിൻസിപ്പാളിന്റെ ക്യാബിനിലാണ്. സോ നമ്മുടെ പോപ്മക്ക് അവിടെ ഇരുന്ന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പാളിന്റെ ഇരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട് ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ലാസ്റ്റ് പ്രിൻസിപ്പാൾ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ എന്നെ വിളിച്ചു എത്തിയത് പേടിപ്പിക്കാനും ദേഷ്യപ്പെടാനൊന്നും അല്ല. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നും പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാൽ നിവർത്തില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എന്നോട് ഞാൻ വേദം ഓതാൻ വരുന്നില്ല, എൻ്റെ വാലെടുത്ത് ഞാൻ കുഴലിലിടാനും പോകുന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയാനും വേറൊരാളെ കാണിക്കാനുമാണ് ഇപ്പം ഇവിടെ വിളിച്ചു വെച്ചേക്കുന്നതെന്ന് പറയുവാണ്. അപ്പം നമ്മുടെ പോപ്മക്ക് ആലോചിക്കുന്നുണ്ട്, ഇനി വേറെ ഏത് കുരിശാണോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന കുരിശ് തന്നെ അധികം വലുതാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇനി പുതിയതാരെന്താണോ അപ്പം സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പ്രിൻസിപ്പാൾ പറയാമെന്ന് നമുക്ക് പുതിയതായിട്ടൊരു PT ടീച്ചറും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PT ടീച്ചറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ്. സോ PT ടീച്ചർ പറഞ്ഞു, തന്നെ നേരിട്ട് കണ്ട് പരിചയമുണ്ട്, മുന്നേ നിങ്ങൾ തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പുള്ളിക്കാരനെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് വിളിച്ചത്. സോ ആ ടൈമിൽ നമ്മുടെ PT ടീച്ചർ വരുവാണ്. PT ടീച്ചർ ആരാ നമ്മൾ മുന്നേ കണ്ടായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് കണ്ട ആളാണ്. അങ്ങനെ ഈ ആളെ കണ്ടപ്പോഴേ നമ്മുടെ പോപ്മക്കിന്റെ മുഖം ഒന്ന് മാറുവാണ്. ഇത് എനിക്കുള്ള പണിയാണല്ലോ എന്നൊരു രീതിയിലാണ് മാറുന്നത് മുഖം. ആൻഡ് നമ്മുടെ പ്രിൻസിപ്പാൾ വെക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പരിചയം. അപ്പോൾ നമ്മുടെ PT ടീച്ചറിന്റെ പേര് ജി എന്നാണ്. അപ്പൊ നമ്മുടെ ജി പറയുന്നുണ്ട്, ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പോപ്മക്കിന്റെ മുഖം അതെ ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു എന്നൊരു രീതിയിൽ ദെൻ നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും കാണും ഇതുപോലൊരു നെയ്ബർ. നമ്മുടെ പേരൻസ് പറയുന്നത് അവനെ കണ്ട് നീ പഠിക്കണം. അതുപോലത്തെ ഒരു നല്ലവനായ ഉണ്ണിയാണ് നമ്മുടെ ജി എന്ന് പറയുന്നത്. അതായത് പോപ്മക്കിന്റെ അമ്മയും അപ്പനെ എപ്പോൾ നോക്കിയാലും ഇതോ അവനെ കണ്ടുപഠിക്കുക. കുഞ്ഞിനെ ഇവൻ സൈക്കിളിൽ നിന്ന് ഓടിക്കാൻ അറിയാണ്ട് വീഴുമ്പോൾ വിളിക്കുന്നത് ജീനെയാണ്. ജി ഒന്ന് വന്ന് ഇവനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമോ. അപ്പോൾ ഇവൻ ഇപ്പോഴത്തെ പോലെ തന്നെയാണ് പണ്ടും ഈ തുള്ളി മറിഞ്ഞ് നടക്കുന്ന ടീമാണ്. തുള്ളിമറിഞ്ഞ് വരും, അവനെ പഠിപ്പിക്കും. ദെൻ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പം നന്നാവെന്ന് വിചാരിച്ചു. ഇല്ല, സാധാരണ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് കളിച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടായിരിക്കും വരിക. ഇവൻ അങ്ങനെ വരുമ്പോൾ ഇവൻ മിസ്റ്റർ പെർഫെക്റ്റിനെ പോലെ ആയിരിക്കും വരിക. സോ അവനെ കണ്ട് നിനക്ക് പഠിച്ചൂടെ എന്ന് ചോദിക്കും. ആൻഡ് ഗ്രാജുവേഷൻ ടൈമിലും മാർക്കിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നമ്മുടെ ജി എന്ന് പറയുന്ന അത്യാവശ്യം ഒരു പഠിപ്പിയാണ്. നമ്മുടെ പോപ്മക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് കുട്ടിയാണ്. അപ്പം ഇവനെ കണ്ടുപഠിക്കുക എന്നാണ് പണ്ട് മുതൽ കേൾക്കുന്നത്. സോ ആ ഒരു ഫ്രസ്ട്രേഷൻ പോപ്മക്കിനുണ്ട് ഇവനെ കാണുമ്പോൾ. നമ്മുടെ ജി ആണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ നിൽക്കുന്നതും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ബന്ധങ്ങളൊക്കെ പുതുക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ജി പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് കാണട്ടെ എൻ്റെ ഫസ്റ്റ് ഡേയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പ്രിൻസിപ്പൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ തല കുത്തി മറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ പോപ്മക്ക് നോക്കുന്നുണ്ട്, ദൈവം ഇത് പുൽച്ചാട്ടി കൊണ്ടായതോ കുതിരയ്ക്കുണ്ടായതോ, ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പിന്നെ ആർത്തവസല്ല കുറച്ച് കഴിയുമ്പോൾ നീ ഈ കോലത്തിൽ തന്നെ വരുന്നു, എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞുകൊണ്ട്, എൻ്റെ പൊന്നു മോനെ നീയോ നന്നാവുന്നില്ല, കരുനാക്ക് വളയ്ക്കരുത് എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ അതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, ഉപദേശിക്കുന്നില്ല എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുവാണ്. നമ്മൾ രണ്ടെന്ന് പറയുന്നത് ഒരു നല്ലൊരു ജോബ്, അതായത് നമ്മളെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്, നമ്മളാണ് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ കുട്ടികൾക്ക് നമ്മൾ മുഖേന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നീ കുറച്ചും കൂടെ ഒന്ന് അത് സൂക്ഷിക്കണം, നല്ലൊരു അധ്യാപകനായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ പോപ്മക്ക് ഒന്ന് സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പാളിന് ഒരു സമാധാനം, എന്തൊക്കെയോ ആ തലയിലോട്ട് കയറിയിട്ടുണ്ട്, എന്തൊക്കെയോ പൊട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിൻസിപ്പാൾ സമാധാനത്തോടെ നിൽക്കുമ്പോൾ പോപ്മക്ക് പറയുന്നുണ്ട്, ഞാനെന്നാ പോവാന്ന്. അപ്പൊ പ്രിൻസിപ്പാൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ക്ലാസ്സിലോട്ട് പോകണം. അപ്പം ഞാൻ
എന്റെ ബോയ് ഫ്രണ്ടിനെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ല എന്ന് കാരണവന്മാർ പറഞ്ഞത് വെറുതെ അല്ല, ഇവനെ ഉദ്ദേശിച്ച് തന്നെ എന്നുള്ള രീതിയിൽ പ്രിൻസിപ്പാൾ ഇവിടെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ വേറൊരു ടീച്ചറിനെയാണ് കാണുന്നത്. ഈ ടീച്ചറുടെ പേര് സോളാർ. ഈ സോളാർ നമ്മുടെ പോക്മെക്കിന്റെ ബോയ് ഫ്രണ്ട് കൂടിയാണ്. സോളാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ടീച്ചർ എന്ന് പറയുന്ന ഒരു വേർഡിന് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിന് സോളാർ എന്ന് ഒറ്റ വാക്കിൽ പറയാം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. അതായത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം, അവിടുത്തെ ടീച്ചേഴ്സിന് ഇഷ്ടം, ആർക്കും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടീച്ചറാണ്. ആൻഡ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോളാറിന്റെ അമ്മയും ഒരു ടീച്ചറായിരുന്നു. പുള്ളിക്കായിട്ട് റിട്ടയർ ആയതാണ്. സോ ഓരോരോ ടെക്നിക്സ് ഇവന്റെ അമ്മ ഇവന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇത് ഈ കുട്ടികളുടെ അടുത്ത് ഇവൻ ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ് സോളാർ. അതിൽ ചുരുക്കി പറഞ്ഞാൽ പോക്മെക്കിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും ഈ സോളാറിനെ. ഇതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പോക്മെക്കും സോളാറും കൂടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സോളാർ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തായിരുന്നു പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് പോകുന്നുണ്ടല്ലോ, ഇന്ന് എന്താ ഒപ്പിച്ച് വെച്ച്? അപ്പം നമ്മുടെ പോക്മെക്ക് പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒന്നും നമുക്കിപ്പോൾ സംസാരിക്കേണ്ടായിരിക്കും, ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഭയങ്കരമായിട്ട് ടയർഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് മേത്തേക്ക് കിടക്കുന്നുണ്ട്. അതായത് വല്ലാണ്ടൊരു ബോയ് ഫ്രണ്ടിന്റെ ഒരു ക്ലിഞ്ചി ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രിൻസിപ്പാളും പി ടി സാറും കാണുന്നുണ്ട്. ആൻഡ് നമ്മുടെ പി ടി സാർ എന്ന് പറഞ്ഞാൽ നെയ്ബർ ആയിരുന്നല്ലോ, പണ്ട് ചെറുപ്പം തൊട്ടേ അറിയുന്നതാണല്ലോ. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ക്ലിഞ്ചി ആയിട്ടുള്ളൊരു ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇവനെന്ന് പറയുന്നുണ്ട്. പറയുന്നു ഇതൊക്കെ എന്ത് ഇനി കാണാൻ കിടക്കുന്നതല്ലേ ഉള്ള നമ്മുടെ പ്രിൻസിപ്പാളും പറയുന്നുണ്ട്. ഓൾസോ അതിൻ്റെ കൂടെ നമ്മുടെ പി ടി സാർ പറയുന്നുണ്ട്, മാം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ട് നന്നായി, കാരണം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാമല്ലോ. അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് ഇവിടെ പരസ്പരമില്ല, ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അതായത് പോക്മെക്കിന് ഒരു തേങ്ങ അറിയത്തില്ല, സോളാർ ഉള്ളതുകൊണ്ടാണ് ഇവൻ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുന്നത്, അതുകൊണ്ടാണ് സോളാർ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തലവേദനയാണെന്ന് ഇവിടെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി നമ്മളെ കാണിക്കുന്നത് രാത്രിയിലാണ്. നമ്മുടെ സോളാർ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മേനെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യുവാണ്. അപ്പൊ സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അമ്മയുടെ ടെക്നിക്കാണ് ഞാൻ ഇന്ന് ചെയ്തത്, പിള്ളേരെ കൊണ്ട് എല്ലാവരെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിച്ചു, ഇനിയിപ്പോൾ പിള്ളേരെ ഓരോരോ ലെറ്റേഴ്സ് കൂട്ടി കൂട്ടി ഓരോ വേർഡ്സ് ആക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പോക്മക്ക് വരുന്നുണ്ട്, അമ്മായിയമ്മേനോട് സംസാരിക്കുന്നുണ്ട്. ദെൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് കുക്കിംഗ് എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സോളാർ ഇരുന്നിട്ട് എന്തോ ഒരു ലെറ്റർ പോലെ എഴുതുവാണ്. അതായത് കുട്ടികൾക്ക് കൊടുത്ത അതേ വർക്ക് പോലെ ഇവർ എഴുതുവാണ്. നമ്മുടെ പോക്മക്ക് ഇങ്ങനെ നീ എന്താണ് എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോകുമ്പോൾ സോളാർ പറഞ്ഞിട്ട് അയ്യോ നോക്കരുത്, എനിക്ക് നാണം വരുന്നു, ഞാൻ ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ എഴുതിക്കുന്നത് നീ നോക്കാൻ പാടില്ലാന്ന്. അപ്പൊ വേഗം നോക്കാൻ വേണ്ടി തട്ടിപ്പറിക്കുമ്പോൾ ജസ്റ്റ് സോളാർ ഒന്ന് തള്ളുന്നുണ്ട്. തള്ളുമ്പോൾ ഇവന് കാലിന് പെട്ടെന്ന് വേദന എടുക്കുന്നു, കാലൊന്ന് തട്ടുന്നു, കാലിന് വേദന എടുക്കുന്നു. അതായത് രാവിലെ മതിലയാടിയപ്പം പറ്റിയ സംഭവമാണ്. അപ്പൊ സോളാർ വെക്കുന്നുണ്ട് എന്ത് പറ്റി കാലിന് പെട്ടെന്ന്? അപ്പൊ പറഞ്ഞു ഒന്നുമില്ല, രാവിലെ ചെറുതായിട്ടൊന്ന് മതിലയാടി, അപ്പൊ ചെറുതായിട്ടൊന്ന് കാലുളുക്കി. അങ്ങനെ നമ്മുടെ സോളാർ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ആറ്റി കാലില് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തേക്കുവാണ്. ആൻഡ് സോളാർ കാലിൽ ചൂടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കാലെ പിടിക്കുമ്പോൾ നമ്മുടെ പോക്കുമ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ നീ കാലിലൊന്നും പിടിക്കേണ്ട, അതൊന്നും സാരമില്ല, അതൊന്നും ചെയ്യേണ്ട, തന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ സോളാർ പറഞ്ഞു അതൊന്നും സാരമില്ല. അങ്ങനെ സോളാർ കാലൊക്കെ തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോപ്പക്ക് പറയുന്നുണ്ട്, ശരിക്കും ഞാനൊരു ഉപകാരം ഇല്ലാത്തവനാണ്, നിനക്ക് ഞാൻ ഇരട്ടി പണിയാക്കുവാണ്, നീ എത്രത്തോളം കഷ്ടപ്പെടുന്നു നിന്റെ ജോലി ചെയ്യാനും കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും കൂടെ. ഞാനാണെങ്കിൽ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിൽ, ഞാനൊരു നല്ല അധ്യാപകനല്ല, പക്ഷെ നീ അങ്ങനെയല്ല അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സോളാർ പറയുന്നുണ്ട്, അത് നിനക്ക് തോന്നുന്നതാണ്, നീ നിൻ്റെതായ രീതിയിൽ ഒരുപാട് നീ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അത് നിനക്ക് മനസ്സിലാവാത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സോളാർ വീണ്ടും കാല് തിരുമ്മിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവന്റെ കണ്ണിലേക്ക് ഒരു സംഭവം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു ഇപ്പൊ കണ്ണി വെക്കാണ്ട് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞു മതി ക്രിഞ്ചടിക്കണ്ട, അവിടെ ഇരിക്കട്ടെ, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തിരുമി അവന്റെ കൈയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇന്ന് ചെയ്തതിന് പണിഷ്മെന്റ് വേണ്ടെന്ന് വെച്ചിട്ട് കയ്യിൽ വിലങ്ങ് പോലത്തെ ഒരു സാധനം ഇടിപ്പിക്കുന്നുണ്ട്. ദെൻ ഇതിന് ശേഷമുള്ള സീൻ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. അവരവർ കപ്പിൾസാണ്, അവരുടേതായ രഹസ്യമായ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഒത്തിരി തലയിടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പിസോഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നേരെ അടുത്ത സീനിലേക്ക് കിടക്കാം. അങ്ങനെ അടുത്ത സീൻ എന്ന് പറയുന്നത് രാവിലെയാണ് കാണിക്കുന്നത്. വെളുപ്പിന് തന്നെ നമ്മുടെ പോക്മക്ക് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോളാറിന് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവിടെ ഒരു സ്റ്റിക്കി നോട്ട്, നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ സോളാർ ആക്കി വെച്ച പോലെ തന്നെ നമ്മുടെ പോക്മക്കും സ്റ്റിക്കി നോട്ട്സ് ആക്കി വെക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്നത് സോളാറാണ്. അപ്പോൾ പോക്മക്ക് രാവിലെ എഴുന്നേറ്റിട്ട് സോളാറിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെച്ചിട്ട് പുള്ളി പോയി കിടന്നുറങ്ങും. ദെൻ സോളാർ പോകാൻ സമയമാകുമ്പോൾ ഈ പോക്മക്കിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ സോളാറും പോകും. ഇതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോക്മക്ക് ഇതെല്ലാം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി സോഫയിൽ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ നെറ്റിയിൽ എന്തോ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ചെയ്ത താങ്ക്സ്, എല്ലാ കാര്യത്തിനും താങ്ക്സ്, ആൻഡ് അടുത്ത പ്രാവശ്യം കിടന്ന് ഉറങ്ങുമ്പോൾ ബ്ലാങ്കറ്റ് എടുക്കാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്കറ്റും പുതപ്പിച്ചിട്ടുണ്ട്. ദെൻ ഇവനിത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഈ ഫോൺ കോൾ എന്ന് പറയുന്നത് ബോയ് ഫ്രണ്ടിന്റെ ഫോൺ തന്നെയാണ്, നമ്മുടെ സോളാർ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു സൗണ്ടാണ് വരുന്നത്. ഞാൻ പറയുന്നത് പാനിക് ആവരുത്, സോളാറിന് രാവിലെ ഒരു ആക്സിഡന്റ് പറ്റി, സോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ പോക്മക്ക് ഓടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി ക്ഷീണിച്ചാണ് എത്തുന്നത്. എമർജൻസി റൂമിന് മുമ്പിൽ എത്തിയിട്ട് വരുന്നൊരു നഴ്സിനോട് പറയുവാണ് ഞാൻ ബോയ് ഫ്രണ്ടാണ്, എൻ്റെ പാർട്ട്ണറിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കാര്യമാണ്. അതായത് ഞാൻ രാവിലെ ലേസി ആയിട്ടാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് അവനെ കൊണ്ടുവിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഞാനൊരു ബാഡായിട്ടുള്ള ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ ഈ നേഴ്സ് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, നിങ്ങൾ അത്ര ബാഡൊന്നുമല്ല. അപ്പം പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ ബാഡാന്ന്. അപ്പം നേഴ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാഡാണ് ബാഡ്, നിങ്ങൾ പറയുമ്പോൾ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അയാൾ നല്ല രീതിയിൽ കെയർ ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് ബോധം ഇപ്പം തിരിയും. അപ്പൊ അവിടെ പോക്കുമ്പോക്കിന്റെ ഒരു നോട്ടം ഉണ്ട്. അപ്പൊ ചത്തില്ലായിരുന്നു. അപ്പൊ ഞാനേ കിടന്ന് കരുതുന്നത് മുഴുവൻ എന്തിനാ, അതെ ഓൻ ചത്തുന്നങ്ങാണ്ട് വിചാരിച്ചിട്ട് ഇവൻ കിടന്ന് കാർച്ചയായിരുന്നു. അങ്ങനെ ഇവൻ ഓടി റൂമിനകത്തേക്ക് കയറി ചെല്ലുവാണ്. ആൻഡ് ഇവന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് സോളാറിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും സോളാറിന് എവിടെയോ എന്തോ ഒരു കിളി പോയ പോലെയാണ് കാണാൻ. അപ്പൊ നമ്മുടെ പോക്മക്കിന് ചെറിയ ഡൗട്ട് വന്നു. പക്ഷെ പോക്മക്ക് ചെല്ലുമ്പോഴേ കെട്ടിപ്പിടിക്കും, കാര്യം എൻ്റെ ഡോക്ടറിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ഡോക്ടർ പറയുന്നത് സ്കാനിങ്ങിലൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്, തല ഇടിച്ചാണ് വീണേക്കുന്നത്, പക്ഷെ തലയ്ക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ലെന്ന്. പക്ഷെ ഇവനാണെങ്കിൽ ഈ സോളാർ ഇവരെയൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ നീയൊക്കെ ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്, മുന്നേ കണ്ട് പരിചയമുള്ള പോലത്തെ ഒരു നോട്ടമല്ല നോക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ പോക്മക്കിന് ഡൗട്ടായിട്ട് പിന്നെ ഡോക്ടറിനോട് ചോദിച്ച് കൺഫേം ആക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ പറയുന്നത് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവൻ പറയുന്ന അപ്പുറത്ത് നമ്മുടെ സോളാർ കാണുന്നുണ്ട്, അപ്പുറത്തുള്ള ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ സോളാർ പെട്ടെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ അപ്പം തന്നെ ഇവർ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ പോക്മക്ക് എന്താക്കുന്നത്, സാധാരണ പോലെ സോളാറിനോട് സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ സോളാർ ഇവനെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും പോകുമ്പോൾ ചോദിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത്, നിനക്ക് പ്രാന്താണ്, എന്താ പ്രശ്നം, നീ എന്തിനാണ് സോളാറിനെ അറ്റാക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയുന്നത് ഞാൻ സോളാറൊന്നും അല്ല, നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നാലേ അങ്കിൾ എന്ന് വിളിക്കുന്നത്. അങ്കിളോ ഏത് വകയിൽ, നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നാൽ നിങ്ങൾ അങ്കിളാണ്, അങ്ങോട്ട് നോക്കുക വിലങ്ങിയിരിക്കുന്നത്. സംഭവം വിലങ്ങ് എന്തിനാ നമുക്കറിയാമല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പുള്ളിക്ക് ഉള്ള കിളിയെല്ലാം പോയി, അതായത് ഇവരൊന്നും ഓർമ്മയില്ല എന്താ സംഭവം എന്ന്. അങ്ങനെ പോബ്മയ്ക്കിന് അവസാനം മനസ്സിലായി തുടങ്ങിയവൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ പോബ്മയ്ക്ക് ചോദിക്കുന്നുണ്ട് ഓക്കെ നീ സോളാറല്ലേ, പിന്നെ നീ ആരാ? അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ സണ്ണാന്ന് പറഞ്ഞു. അപ്പൊ സണ്ണോ, ഇപ്പൊ നീ സണ്ണ്, കുറച്ച് കഴിയുമ്പോൾ നീ ഇനി മൂണാവോ, ഇത് എന്തൊക്കെ ഈ പറയുന്നേ, നീ സോളാർ ആണെന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നത് ഞാൻ സോളാർ അല്ല എന്ന് സോളാർ പറഞ്ഞു, ഞാൻ സണ്ണാണെന്ന് സോളാർ പറയുന്നു, നീ സോളാർ ആണെന്ന് പോബ്മക്ക് പറയുന്നു. ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ സോളാറിന് ദേഷ്യം വന്നിട്ട് നമ്മുടെ പോപ്മക്കിനെ ചവിട്ടിയിട്ടിട്ട് ഇറങ്ങി ഓടുവാന്ന്. പിന്നെ അവിടെ ഒരു ഫുള്ളൊരു മെസ്സാണ് നടക്കുന്നത്. ഇവൻ ഓടിയാതെ ലിഫ്റ്റിൽ കയറും, ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ ഇവരുടെ റൂം കീ ഇല്ലാണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ പോപ്മക്ക് ഓടി ഇവൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇവൻ പിന്നെ ഇവനെ തള്ളിയിട്ടിട്ട് നേരെ ഓടി അപ്പുറത്തെ നെയ്ബർ ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് പോകും. എന്നിട്ട് ഈ പെണ്ണുങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ എന്നെ രക്ഷിക്കണം ആൻറ്റീന്ന്. അപ്പോൾ പെണ്ണുങ്ങൾ നല്ല ചെറുപ്പക്കാരത്തിയായിരുന്നു. ഇവൻ ആൻറ്റീന്ന് വിളിക്കുന്നുണ്ട്. ആൻറ്റിയോ ഞാനോ, എനിക്ക് സുഖമില്ലാടാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ആൻറ്റി ആ അങ്കിളിനെ പിടിക്കാൻ വരുന്ന എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിച്ച് ഇവരുടെ വീടിനകത്തേക്ക് കയറാൻ നോക്കുവാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത്രയും വലിയൊരു മുതുക്ക് ചെറുക്കൻ ഈ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് പേടി, ഇവരുണ്ടാക്കി കയ്യിലുള്ള പെപ്പർ സ്പ്രേ എടുത്തുകൊണ്ട് കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പോക്മക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ടിനോട് ബിഹേവ് ചെയ്യാൻ പറയണം, അതായത് നെയ്ബേഴ്സിനോട് മര്യാദ റെസ്പെക്ട്ഫുള്ളി റെസ്പെക്ട് കാണിക്കാൻ പഠിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുങ്ങൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പോക്മക്ക് ഇവനെയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലുവാണ്. ഞാൻ റൂമിൽ ചെന്നപാടെ ഈ ഫോണിൽ നിന്ന്, അതായത് പോക്മക്കിന്റെ ഫോണിൽ നിന്ന് ഇവരുടെ പണ്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുവാണ്. അതായത് ഇവനെ ഇനി ലോജിക്ക് പറഞ്ഞ് തിരിപ്പിക്കാൻ പറ്റത്തില്ല, തെളിവോടെ കാണിച്ച് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഫ്രണ്ട്സാണ്, ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടൊന്നും വന്നതല്ല എന്ന് തെളിയിക്കുവാണ്. പക്ഷെ നമ്മുടെ സോളാർ അങ്ങനെ വിശ്വസിക്കുന്നില്ല, നിങ്ങളെ കിഡ്നാപ്പർ അങ്കിൾ തന്നെയാണ്, നിങ്ങളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ട് വിധത്തിൽ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പോക്മക്ക് പറയുന്നുണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ പിടിച്ച് പുറത്തിടൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോളാർ മിണ്ടാതിരിക്കുന്നുണ്ട്. പെട്ടെന്ന് കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കോണിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പോക്മക്ക് പോയിട്ട് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ ആരാ, നമ്മുടെ പ്രിൻസിപ്പാളും PT സാറുമാണ്. അതായത് ആക്സിഡന്റ് പറ്റി എന്നറിഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇവർ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ നമ്മുടെ പോക്മക്കിന് അറിയാം ഇപ്പോൾ ഉള്ള കോലം കാണിച്ചാൽ ഫുള്ള് അവിയൽ കണക്കാവും. അതുകൊണ്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്, നിങ്ങളിപ്പോൾ തൽക്കാലം പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടിച്ചു വിടുവാണ്. അപ്പം അവൻ ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറങ്ങി എന്ന് പറയുമ്പോൾ അകത്ത് എന്തൊക്കെയോ തട്ടും പൊട്ടും കേൾക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പോക്മക്ക് മനസ്സിലായി എന്തോ അവിടെ നശിപ്പിക്കുന്നുണ്ട്. സോ ഇവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ട് കഥകു അടിച്ച് ഇവനകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തിന് സോളാർ എന്ത് നശീകരണമാണ് നടത്തിയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പോക്മക്ക് ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബാത്റൂം ആകെ അലങ്കോലാക്കി വെച്ചേക്കുന്ന സോളാറാണ്. പുള്ളി കുളിക്കുവാന്ന്, പക്ഷെ ഫുൾ അലമ്പാക്കി വെക്കുന്നത്. പോക്മക്ക് അവിടെ നിന്ന് കിടത്തി ഉറക്കാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് പോക്മക്ക് ബാത്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കി പോകുമ്പോഴത്തേക്കും സോളാർ അടുത്ത ബെഡ് കിടന്ന് ചാടി അലമ്പാക്കുവാണ്. അവിടെ നിന്ന് ഇറക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാൻ പറഞ്ഞ് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്തത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സോളാർ പോയിട്ട് ഭിത്തിയിൽ ഫുള്ള് പടം വരച്ച് അലമ്പാക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് നമ്മുടെ സോളാർ എന്ന് പറയുന്നത് ഇപ്പോൾ അവനൊരു 7 വയസ്സുള്ള സൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റാണ് അവനുള്ളത്, വലിയൊരാളുടെ മൈൻഡ് സെറ്റ് അല്ല. സോ അങ്ങനെ ഈ മരിച്ചും കൂടെ അലമ്പാക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ പോക്മക്കിന് അങ്ങ് പൊട്ടി. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവനങ്ങ് ദേഷ്യം വന്നു. ഒന്നാമത് കുട്ടികളെ മെരിക്കാനുള്ളൊരു കഴിവ് അവനില്ല. അങ്ങനെ അവൻ നമ്മുടെ സോളാറിനോട് ദേഷ്യപ്പെടുവാണ്. അതായത് നീ എന്നെ കാണിക്കുന്ന അടങ്ങിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ സോളാർ കരഞ്ഞുകൊണ്ട് പറയുവാണ് അങ്കിൾ എന്നോട് എന്താ പറഞ്ഞത്, ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നല്ലേ, അതുകൊണ്ട് ഞാൻ നല്ല കുട്ടിയല്ല, എന്നെ എത്രയും പെട്ടെന്ന്
നിന്ന് പുറത്താക്കണം, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, അങ്കിൾ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് കരയുവാണ്. കരയുന്നതെന്ന് വെച്ചാൽ ദൂരെ പോയിട്ടിരുന്നിട്ട് ഒരു പുതപ്പ് തലയിൽ കൂടെ മുഴിട്ടിരുന്ന് കരയുവാണ്. അങ്ങനെ നമ്മുടെ പോപ്മക്കിന് അതിലും സങ്കടമാണ്. അവൻ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഈ കോലുമുട്ടായി എടുത്തിട്ട് ഇവന് കൊടുക്കുവാണ്. ഇവൻ നൈസായിട്ട് കോലുമുട്ടായി പുതപ്പിന് അകത്തൂടെ മേടിച്ചിങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കുക. അവനാണ് ഇങ്ങനെ കുട്ടികളെ മെരുക്കണ്ടേന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാം, കഥ വായിച്ചു തരാം, നിനക്ക് ഇഷ്ടമുള്ള കഥ ഏതാ. അങ്ങനെ നമ്മുടെ സോളാർ ഒരു കഥ സെലക്ട് ചെയ്യുന്നു. അപ്പം പറഞ്ഞു, ഇതൊരു ഇംഗ്ലീഷ് കഥയാ, സാരമില്ല, അങ്കിൾ നിനക്ക് മലയാളത്തിൽ മലയാളം അല്ല സോറി തായിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കഥ വായിക്കുവാണ്. കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ണാന്റെയും ആ അണ്ണാന്റെ കൂടെ വരുന്ന ഒരു മൃഗത്തിന്റെയും കഥയാണ്. അതായത് ഇവരൊരു മരത്തിൽ ഒരേ പൊത്തിലാണ് ജീവിക്കുന്നതെങ്കിലും രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഇവർ പണ്ട് ആ റൂമിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കഥയ്ക്കകത്ത് പറയുന്നത്, ആദ്യം ആ അണ്ണാനും കൂടെ ഉണ്ടായിരുന്ന ജീവിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് റൂം ക്ലീൻ ആക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ അവർ ഒന്നിച്ച് ക്ലീൻ ആക്കാൻ നോക്കിയപ്പോൾ റൂം പെട്ടെന്ന് ക്ലീൻ ആയി എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ ഉറങ്ങി. അങ്ങനെ ഇവൻ സോളാറിനെ എടുത്തുകൊണ്ട് റൂമിൽ കിടത്തി കഴിഞ്ഞ് പുറത്ത് വന്ന് സോളാറിന്റെ അമ്മേനെ വിളിച്ച് പറയുവാണ്, ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം സോളാറിന്റെ അമ്മ സോളാർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നേരെ ചോദിക്കുന്നത്, മോനെ നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ നമുക്ക് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ആൻറ്റി ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആൻറ്റി പറയുന്നത് എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് ടെൻഷനായി കാണും, സാരമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലീൻ ആക്കും വീട്. അപ്പം നമ്മുടെ ഒരു മൈൻഡ് അങ്ങോട്ട് മാറിപ്പോകും, അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും എന്ന് പറയുന്നു. അങ്ങനെ ഇവൻ എന്താക്കി, ഇവൻ വരച്ച പടം ഭിത്തിയിൽ വരച്ച സാധനം വായിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ നേരെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇവർ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നത്, റൂംമേറ്റ്സ് ആയിട്ട് താമസിക്കാൻ വരുന്നത് നമ്മുടെ പോപ്മക്ക് ആദ്യം എത്തി. ഇവൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ആദ്യം തന്നെ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. കാരണം പുതിയൊരാളോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ വരുവാണ്. സോളാർ ഹായ്, ഞാൻ നിങ്ങളുടെ പുതിയ റൂംമേറ്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഇവൻ എല്ലാം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ സോളാർ കയ്യിലുള്ളൊരു കോലുമുട്ടായി കൊടുക്കുന്നു. ഇവിടെ നിന്നാണ് ഈ കോലുമുട്ടായുടെ സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. കാരണം ഇവരുടെ ഇന്ററാക്ഷനിലെ മെയിൻ സാധനമാണ് ഈ കോലുമുട്ടായി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പോപ്മക്ക് മേടിക്കുന്നുണ്ടെങ്കിലും വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സോളാർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ പോപ്മക്ക് ഒന്നും മിണ്ടുന്നില്ല. ആൻഡ് അവസാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ പറയുന്നുണ്ട്, നിനക്ക് ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പണിയെടുത്താൽ മതിയെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോളാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചൂലെടുത്തിട്ട് നിലം ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പോപ്മക്ക് നോക്കിയിട്ട് എന്താക്കി, അവൻ മാറിപ്പോയിട്ട് ഒരു മോപ്പ് എടുത്തിട്ട് ഈ അടിച്ചു കൂട്ടി വെച്ചേക്കുന്ന വേസ്റ്റിൻ്റെ അങ്ങോട്ട് തൂക്കുവാണ്. അപ്പം നമ്മുടെ സോളാർ വയ്ക്കുന്നുണ്ട്, നീ എന്നെ മണ്ടത്തരായി കാണിക്കുന്ന, ആരെങ്കിലും അടിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന സാധനത്തിന് മണ്ടലോട്ട് ഈ പരിപാടി കാണിക്കും. അപ്പം ഞാൻ പറഞ്ഞേക്കുന്നത് എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുള്ള ആദ്യം തുടയ്ക്കണം പിന്നെ അടിക്കണം. അപ്പം സോളാർ ഒന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് ആദ്യം അടിക്കണം പിന്നെ തുടയ്ക്കണം. അങ്ങനെ ഇവരൊരു വാക്തർക്കമായിട്ട് ഇവരെന്താക്കി പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കണ്ണി നോക്കിയിരിക്കാം, ആദ്യം കണ്ണടയ്ക്കുന്ന ആരാണോ ആ ആൾ മറ്റേ ആൾ പറഞ്ഞ് അനുസരിക്കണം. അങ്ങനെ ഇവർ കണ്ണി നോക്കിയിരുന്നിട്ട് ലാസ്റ്റ് ഇവർ കോപ്രായൊക്കെ കാണിച്ച് പരസ്പരം ചിരിക്കുന്നു. അങ്ങനെ ചിരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോളാർ പറയുന്നു, അറ്റ്ലീസ്റ്റ് നിന്റെ ടെൻഷനെങ്കിലും പോയല്ലോ, നമ്മൾ എന്തൊക്കെ മണ്ടത്തായി കാണിക്കുന്നത്, എന്നാൽ നിന്റെ ടെൻഷൻ പോയല്ലോ എന്ന് ഓർത്ത് അവരവിടെ കമ്പനി ആവുകയാണ്. അങ്ങനെ ഇവിടെ ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്തിട്ട് നേരെ പ്രസന്റിലേക്ക് വരുവാണ്. ഇതൊക്കെ നമ്മുടെ പോപ്മക്ക് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സോളാർ തലേ ദിവസം രാത്രിയിൽ ഒരു ലെറ്റർ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ പോപ്മക്ക് ആ ലെറ്റർ ഒന്ന് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുവാണ്. അപ്പൊ നോക്കുമ്പോൾ അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലാഷ് ബാക്കിന്റെ കാര്യം തന്നെ. അതായത് ഫസ്റ്റ് ടൈം ആ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും പോപ്മക്കിനെ കാണുന്ന ടെൻഷനായിരുന്നു സോളാറിന്. സോളാർ ടെൻഷൻ അടിച്ചാൽ കയറി വന്നേ. പക്ഷെ റൂം തുറന്നപ്പോൾ തന്നെ സോളാർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ ആയിട്ടിരിക്കുന്ന പോപ്മക്കിനെയാണ്. അതായത് നമ്മളെക്കാളും വലിയൊരു മണ്ടനെ കാണുമ്പോൾ നമുക്ക് സമാധാനമാവുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ അവനെക്കാളും ടെൻഷനുള്ള ഒരാളെ കണ്ടപ്പം ഇവന് സമാധാനമായി. അതായത് ഒന്നുമല്ല. അപ്പൊ ഇവന് അടുത്തായിട്ട് തോന്നിയതാന്ന് വെച്ചാൽ ഇവനെ നല്ലൊരു ഫ്രണ്ടാക്കി എടുക്കണം, അങ്ങനെ ഒരു ഇത്. സോ അതൊക്കെ എഴുതിയിട്ട് ഇവൻ ലാസ്റ്റ് ഒരു ഐ ലവ് യു എന്നും കൂടിയാണ് ആ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. ഇതും കൂടെ വായിച്ചപ്പോഴത്തേക്കും നമ്മുടെ പോപ്മക്കിന് നല്ല സങ്കടമായി. അങ്ങനെ അവൻ സോളാറിന്റെ അടുത്ത് പോയി കിടന്നിട്ട് സോളാറിനോട് ഒരു ഐ ലവ് യും കൂടെ പറയുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ സീൻകടെ അടുത്ത സീൻ രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ പോപ്മക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സോളാറിന്റെ റൂമിൽ കാണുന്നില്ല. ആകപ്പാടെ പോപ്മക്കിന് ടെൻഷനായി. ഇവനാണെങ്കിൽ പെട്ടെന്ന് ഓടി താഴത്തൊക്കെ അവിടെ ഇവിടെ എല്ലാം നോക്കി, എവിടെയും കാണുന്നില്ല. വേഗം താഴെ എത്തിയപ്പം രാവിലത്തെ സെക്യൂരിറ്റി ഡ്യൂട്ടി ഉള്ള ആൾ വരുവാണ്. അപ്പൊ പെട്ടെന്ന് മുമ്പോട്ട് എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ പറയുന്നത്, ഞാൻ ഇത് വന്നല്ലേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാ. അപ്പൊ പറയുന്നത്, വേഗം എടുത്ത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ആളെന്ന് വിളിച്ച് വേഗം ചോദിക്കും, എനിക്ക് ടെൻഷൻ ആവുന്നു. അപ്പം സെക്യൂരിറ്റി സ്ലോയിൽ നോക്കുക, ഇത്രയും വലിയ മനുഷ്യൻ എവിടെ പോയതാ. അപ്പൊ ഇവൻ ഇങ്ങനെ ആകപ്പാടെ പോപ്മക്കിന് അറിയത്തുള്ളല്ലോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന്. എന്നിട്ട് സെക്യൂരിറ്റി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു വോയിസ് കേൾക്കുവാണ്. അതായത്, പോപ്മക്ക് നീ ഇവിടെ എന്താ പരിപാടി. അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സോളാറാണ്. ആ സമയത്ത് നമ്മുടെ സോളാർ എന്ന് പറഞ്ഞാല് തികച്ചും നോർമൽ. അതായത് നമ്മുടെ പഴയ ആ സോളാർ, സണ്ണല്ല ഇപ്പോൾ ഉള്ളത്, സോളാറാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പോപ്മക്ക് ഓടിപ്പോയി സോളാറിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ അവിടെ കൊണ്ട് സീൻ എൻഡ് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് വീണ്ടും ഉള്ള പ്രസന്റ് ആണ്. അതായത് ആ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗം പറയുന്ന പോപ്മക്കിനെയാണ് കാണിക്കുന്നത്. അപ്പൊ പോപ്മക്ക് അവിടെ പറയുവാണ്, നമ്മളൊരു കാര്യം പഠിക്കാന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കാര്യം പഠിക്കാൻ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ അത് തികച്ചും സ്ട്രേഞ്ചേഴ്സിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിൽ നിന്നായിരിക്കും.
എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോക്മക്ക് സൈഡിലുള്ള സണ്ണിനെ നോക്കുക. അപ്പോൾ നമ്മുടെ അറ്റത്തായിട്ട് പോക്മക്ക് നിൽക്കുന്നതിന്റെ തൊട്ടറ്റത്തായിട്ട് പ്രിൻസിപ്പാളും സോളാറും എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സോളാറിനെ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ പോക്മക്ക്. ആൻഡ് ദെൻ നമ്മുടെ പോക്മക്ക് അവിടെ പറയുന്നുണ്ട്, ഈ സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ എപ്പിസോഡ്, അതായത് ലവ് യു ടീച്ചർ എന്ന് പറയുന്ന ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ കുറവുകൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡും ഇടുന്നതായിരിക്കും. ആൻഡ് എൻ്റെ എക്സ്പ്ലനേഷൻ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുവാണെങ്കിൽ വേറെ സീരീസിൻ്റെ എക്സ്പ്ലനേഷൻസും എനിക്ക് ഇടാൻ പറ്റും. സോ താങ്ക്